CPM-ന്റെ കാലിനടിയിൽ നിന്നും മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ചാനൽ ചർച്ചകളിലും വന്നിരുന്നുകൊണ്ട് CPM-ന് വേണ്ടി ഘോരഘോരം ബാധിച്ചിരുന്ന അല്ലെങ്കിൽ CPM-ന്റെ ക്യാപ്സ്യൂൾ വിദഗ്ധൻ എന്നറിയപ്പെട്ടിരുന്ന റെജി ലൂക്കോസ് ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് രണ്ടർത്ഥത്തിൽ കാണാം. ഒന്നുകിൽ CPM അറിയാതെ CPM-ന്റെ കാല് വാരിയിരിക്കുകയാണ്, അതല്ലെങ്കിൽ CPM അറിഞ്ഞുകൊണ്ട് തന്നെ കുറേശ്ശെ ഓരോരുത്തരെ BJP-യിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നീക്കം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കൊല്ലം പോലെ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജില്ലയിൽ തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലം BJP നൽകുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് മോഹിച്ചുകൊണ്ടുള്ളൊരു ചാട്ടമാണോ റെജി ലൂക്കോസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? റെജി ലൂക്കോസിന്റെ ചാട്ടം കണ്ടിട്ട് ഒന്നും കാണാതെ പോയ പോക്കല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം റെജി ലൂക്കോസ് അത്ര കണ്ട് CPM സഹയാത്രികൻ എന്ന് പറഞ്ഞുകൊണ്ട് BJP-ക്കെതിരെ കണിശമായി സംസാരിച്ചുകൊണ്ട് നിലപാടെടുത്തുകൊണ്ട് വന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ പറയുന്നത് CPM-ന്റെ നിലപാടുകളെല്ലാം തന്നെ എന്തോ കാലപ്പഴക്കം ചെന്നവയാണ്, കേരളം വാർദ്ധക്യത്തിലേക്ക് പോകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പുതിയ വാദം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തോ കണ്ടിട്ട് തന്നെയാണ് ചാടിയിട്ടുള്ളത്. അതൊരു പക്ഷേ സ്വാഭാവികമായിട്ട് ഇനി വരാനുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നിയമസഭാ സീറ്റ് ആയിരിക്കും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ നിയമസഭാ സീറ്റ് ആണെങ്കിൽ റെജി ലൂക്കോസ് ആയതുകൊണ്ട് എന്തായിരിക്കാം, എവിടെയായിരിക്കാം ആ സീറ്റ് എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ കോട്ടയത്ത് തന്നെ ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. BJP സംബന്ധിച്ച് നമുക്കറിയാം, മറ്റേത് മുന്നണിയിൽ നിന്നും ആര് BJP-യിലേക്ക് ചെന്നാലും അവർക്ക് കൃത്യമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു രീതി. പക്ഷെ പിന്നീട് അവരുടെ സ്ഥാനം എന്താണ് എന്നുള്ളത് സംശയമാണ്. കാരണം പത്മജ വേണുഗോപാലൊക്കെ പോയ സമയത്ത് അവർ നൽകിയിരുന്ന ഒരു സ്വീകരണം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ ചെല്ലുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സ്വീകരണം, പരിഗണനയൊക്കെ തന്നെ മോഹിച്ചുകൊണ്ടാണ് പലരും ഇത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പോകുന്നില്ല നമുക്ക് പറയാൻ സാധിക്കില്ല. കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകൾ BJP-യിലേക്ക് ചേക്കേറാൻ ഉദ്ദേശിക്കുന്നത്. പോകുമ്പോൾ കൂടെ കുറച്ച് ആദർശങ്ങളും കുറച്ച് BJP പുകഴ്ത്തലുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇടതിനെ എത്രത്തോളം വിമർശിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ BJP-യെ പൊക്കി പറഞ്ഞുകൊണ്ടാണ് റെജി ലൂക്കോസ് BJP-യിലേക്ക് പോയിരിക്കുന്നത്. വർഷങ്ങളോളമായി താൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, BJP-യുടെ വളർച്ച കണ്ട് പഠിച്ചിട്ടാണ്. അത് സത്യമാണ് കേട്ടോ. റെജി ലൂക്കോസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് BJP പറ്റി പഠിക്കുന്നുണ്ട്, CPM-നെതിരെ എന്തെല്ലാം ഉപയോഗിക്കാമെന്നും പഠിക്കുന്നുണ്ട്. കാരണം BJP-യുടെ വഖഫ് വിഷയം മുതൽ തന്നെ റെജി ലൂക്കോസിന് ചെറിയൊരു മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകളെല്ലാം തന്നെ CPM-ന് വിരുദ്ധമായിട്ടായിരുന്നു നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പക്ഷെ അതേസമയം തന്നെ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള പത്രപ്രവർത്തകൻ, അദ്ദേഹം മുൻ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അപ്പൊ അത്ര അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു പോക്ക് എന്ന് പറയുന്നത് അത് ഒരു സ്ഥാനം കണ്ടുകൊണ്ട് തന്നെയാണ്. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്, ഒരു സ്ഥാനം കണ്ടുകൊണ്ട് തന്നെയാണ്. പിന്നെ BJP-യിലേക്ക് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സ്ഥാനം, അതായത് കണ്ണഞ്ചിപ്പിക്കുന്ന സ്ഥാനം കൊടുക്കുന്നു, പിന്നീട് അവർ കാലഹരണപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞൊരു നയമാണ് BJP ഇത്തിരി നാളായിട്ട് സ്വീകരിച്ചിരുന്നത്. പക്ഷേ BJP-യിലേക്ക് പോകുന്നവരൊന്നും തന്നെ അസ്വസ്ഥരാകുന്നില്ല എന്നുള്ളതാണ്. തങ്ങൾക്ക് ഈ സ്ഥാനം ഇപ്പം പത്മജ വേണുഗോപാൽ ആണെങ്കിൽ പോലും ഇപ്പോഴും BJP-യുടെ അടിയുറച്ച ഒരു സഹയാത്രി അല്ലെങ്കിൽ BJP-യിൽ അടിയുറച്ച ഒരു അണിയായി തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം റെജി ലൂക്കോസ് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ച് ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. BJP-ക്ക് ഒരു കാൽ ചുവടെടുത്ത് വെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്, ഏറെ നിർണായകമാണ്. ആ നിർണായകമാകുന്നത് തന്നെ ഈ ക്രൈസ്തവ വോട്ടുകളെ ഏകീകരിപ്പിച്ചുകൊണ്ട് BDJS-നെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് BJP-യുടെ കേരളത്തിലെ ലക്ഷ്യം. കാരണം മുൻപ് ഇപ്പോൾ 2019 നമ്മൾ നോക്കുകയാണെങ്കിൽ BJP-യുടെ നയം ഹിന്ദുത്വ തന്നെയായിരുന്നു. പക്ഷെ ആ നയങ്ങളൊന്നും തന്നെ വില പോരില്ല എന്ന് അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മനസ്സിലാക്കിയതാണ്. ശേഷം ഉള്ള കാലങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും BJP പിന്നീട് പയറ്റിയിട്ടുള്ളതെല്ലാം തന്നെ വ്യത്യസ്തമായ നയങ്ങളാണ്. ക്രൈസ്തവ വോട്ടുകളെ ഏകീകരിപ്പിക്കുന്നു, അതുപോലെ തന്നെ BDJS-മായി ചേർന്നുകൊണ്ട് മറ്റ് സമുദായ വോട്ടുകളെല്ലാം തന്നെ ഏകീകരിപ്പിക്കുക എന്നുള്ള നയമാണ്. അപ്പം ഇനി 2026 തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും BJP-യുടെ നയം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടിന്റെ ഏകീകരണം തന്നെയാണ്. അതിനുള്ള പദ്ധതികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ തവണയും BJP-ക്ക് ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ മുൻനിർത്തി കാണിക്കാനുണ്ടായിരിക്കും. ഇത് പ്രത്യേകിച്ച് ഒരു ഇടത് സഹയാത്രികൻ എന്ന് കൂടി പറയുമ്പോൾ BJP വെയിറ്റ് കൂടുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റെജി ലൂക്കോസിനെ സംബന്ധിച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് മുതലേ CPM-മായി അസ്വാരസ്യങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുൻപും വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൃത്യമായി CPM-നെ വിമർശിച്ചുകൊണ്ട് CPM-ന്റെ ഭാഗം തെറ്റാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. CPM-ൽ തന്നെ പലപ്പോഴും പലരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത നീക്കമാണ് പാർട്ടിക്കെതിരെ പറയുക എന്നുള്ളത്.
ഒരു ചാനൽ ചർച്ചകളിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന ചാനൽ ഈ പറയുന്ന CPM-നെ പൂർണ്ണമായും നല്ല കുട്ടിയായി മുഖംമൂടി അണിഞ്ഞു കൊണ്ടു നടന്നിരുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ അവിടെ CPM തള്ളുന്നുണ്ട് കേട്ടോ. അദ്ദേഹം CPM കേവലം സ്വയപ്രഖ്യാപിത അനുകൂലിയാണെന്ന് CPM തള്ളുന്നുണ്ട്. അദ്ദേഹത്തിന് യാതൊരു എന്താ പറയാ മെമ്പർഷിപ്പോ CPM-ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല CPM തള്ളുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ അധികാരത്തിലേറിയ സമയത്ത് തന്നെ ആദ്യം വിളിച്ച് ചുരുക്കം മാധ്യമ പ്രവർത്തകർ, ചുരുക്കം ഗസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടു. അത് മാധ്യമ പ്രവർത്തകർ എന്നുള്ള ടാഗിലാണ്. CPM അനുഭാവിയാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ളതാണ്. പക്ഷെ അതേസമയം പാർട്ടിയുമായി ഭേദമായ ബന്ധമില്ല എന്ന് പാർട്ടി ഇവിടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഏത് മണ്ഡലത്തിലേക്കുള്ള സാധ്യത എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത് കാഞ്ഞിരപ്പള്ളി മണ്ഡലം എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞത് മൂന്നിടങ്ങളിൽ BJPക്ക് ഒരു സാധ്യത കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാഞ്ഞിരപ്പള്ളിയാണ് അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് ഒരു പക്ഷേ സാധ്യത കൂടുതലുള്ളത്. മറ്റൊന്ന് പാലായും ഏറ്റുമാനൂരാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ BDJസുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ റെജി ലൂക്കോസിനെ നിർത്തുകയാണെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി ഏകീകരിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പാലായിലോ ഏറ്റുമാനൂരിലോ ഉള്ള പ്രാദേശിക വിഷയങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് BJPക്ക് അഥവാ NDAക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലങ്ങൾ ഒരുപക്ഷെ മുന്നിട്ട് കണ്ടുകൊണ്ടായിരിക്കാം റെജി ലൂക്കോസിനെ മുൻനിർത്തിക്കൊണ്ട് BJP ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നത് എന്ന് വേണം കരുതാൻ. അതെ, പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ പ്രകാരം നമ്മൾ പലരും പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നും അതിനകത്തുള്ള റിസൾട്ടിന്റെ ഫലം തന്നെ ആയിരിക്കണം, ഫലത്തിന്റെ മറ്റൊരു അതുപോലെ ഒരു ഫലം തന്നെ ആയിരിക്കണം കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ BJPയുടെ പല തന്ത്രങ്ങളും ഗുണം ചെയ്തിരുന്നത് കോൺഗ്രസിനായിരുന്നു. അതുപോലെ CPM-ന്റെ പല തന്ത്രങ്ങളും ഗുണം ചെയ്തിരുന്നത് കോൺഗ്രസിനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ അണികളോ പോയും വിചാരിക്കാത്തതിനേക്കാൾ അല്ലെങ്കിൽ അവർ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും ഉയർച്ചയിൽ ഒരു വിജയം ഇവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഇപ്പം ഒരു സമയത്ത് മറ്റത്തൂരിൽ നിന്നും 8ഓളം കോൺഗ്രസ്സുകാർ BJPയിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM കൊട്ടി ഘോഷിച്ചൊരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്നും മാറിയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന റെജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ BJPയിലേക്ക് ചേർന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെ ഇവർ എത്രത്തോളം ക്രൂശിച്ചു അത്രത്തോളം തന്നെ പ്രതിപക്ഷവും ഇത്തരത്തിൽ ഭരണപക്ഷത്തെ ക്രൂശിക്കേണ്ട സമയമായിരിക്കുന്ന ആ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റെജി ലൂക്കോസ് BJPയിലേക്ക് പോയതും ഇത്തരത്തിൽ CPM-ലെ പലരും ഇപ്പോൾ BJP അനുഭാവികളാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനെ ഉറപ്പിക്കുന്ന ഒരു രീതിയിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അതും കൂടി കോൺഗ്രസിന് അങ്ങനെ കാണാൻ പറ്റുമോ? CPM കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഇത്തരത്തിൽ റെജി ലൂക്കോസിന്റെ ഈ ഒരു വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ പല ട്രോൾ പേജുകളിൽ പോലും ഇന്ന് ഇത്ര മണി ഇപ്പോഴും പിണറായി വിജയൻ CPM-ൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പിക്കൽ ട്രോളുകളിലൂടെ പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൈബറിടത്തെ ചർച്ചകൾക്ക് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ച് CPM വ്യക്തമായ ആശയം പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരം ഒരു ആശയം അനിവാര്യവുമാണ്. CPM-ൽ നിന്നുള്ള നേതാക്കൾ BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്നു എന്നതിന് ആ ഒരു സാഹചര്യമായിട്ട് നമുക്ക് റെജി ലൂക്കോസിനെ ബന്ധപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ വ്യക്തിപരമായ നേട്ടം കണ്ടിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വലയത്തിൽ പെട്ടിട്ടോ പോകാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അല്ലാതെ CPM-ൽ നിന്നും വലിയൊരു കൊഴിഞ്ഞുപോക്ക് അതും BJPയിലേക്ക് എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വലതുപക്ഷത്തിന് അങ്ങനെ പറയാം, വലതുപക്ഷത്തിന് അങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, CPM-ഉം BJPയുമായുള്ള ബന്ധത്തിന് പുറത്ത് സ്ഥാപിക്കാം. പക്ഷേ ബന്ധം എന്നുള്ളത് സത്യമാണെങ്കിലും പക്ഷെ ആ പാർട്ടിയുടെ നിലനിൽപ്പ് അത് പ്രത്യേകിച്ച് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ കൊഴിഞ്ഞു പോക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാലമിടൽ അത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് വിലയിരുത്താനുള്ളൊരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.